അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന, നാം പലപ്പോഴും കേട്ട് പഠിച്ച ഭാഗമാണ്, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപീഠമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ ശരീരമാസകലം നന്നാകും. അത് വടക്കായി കഴിഞ്ഞാൽ ശരീരമാസകലം വടക്കാകും. അതേതാണ്? അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്നത്. മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന, മനുഷ്യൻ്റെ സ്റ്റെയറിങ് പിടിക്കുന്ന ആ മഹായന്ത്രമാണ് മനുഷ്യനാണ് എന്ന ആ വാക്കിന് അർഹപ്പെടാൻ കാരണമായി തീരുന്ന യന്ത്രമാണ് ഹൃദയം. ഹാർട്ട് ഫെയിലായി കഴിഞ്ഞാൽ മനുഷ്യനെന്ന് പറയൂല, മയ്യത്തെന്ന് പറയുക. ആള് മാറി, പേര് മാറി. അത്രയും പ്രാധാന്യമുള്ളതായ ആ ഹൃദയം, അത് നന്നായാൽ ശരീരമാസകലം നന്നായി. ഹൃദയം വടക്കായാൽ ശരീരമാസകലം വടക്കായി. അത് രണ്ട് രൂപത്തിലും നമുക്കതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. ഒന്ന്, ആത്മീയമായിട്ടുള്ളതായ ആദർശപരമായിട്ടുള്ളതായ വളർച്ച. ആ വളർച്ച, അതിൽ ധാരാളം, ഞാനിവിടെ 200-ൽ പരം രോഗങ്ങളും അല്ലെങ്കിൽ നന്മകളും ഹൃദയവുമായി ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നീട്ടിവലിച്ച് പല വർഷങ്ങളിലൂടെ സംസാരിച്ച, ഖുർആനിലുള്ള ചെറിയ പദങ്ങളിലൂടെ വിശാലമായ അർത്ഥമെന്ന തലക്കെട്ട് നൽകി സംസാരിച്ച ഭാഗങ്ങൾ ഇവിടെ വിട്ടുകടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ നീട്ടിവലിച്ചിട്ട് ഹാർട്ടുമായി ബന്ധപ്പെടുന്ന, ഹാർട്ടിലൂടെ പ്രവർത്തിക്കുന്ന, ഹാർട്ടിലൂടെയല്ലാതെ അല്ലെങ്കിൽ കൽബിലൂടെയല്ലാതെ ഉണ്ടാവാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതായ സർവ്വ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ വിശദീകരിച്ച ശൈലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്രയും വിശാലമായ ആത്മീയ വളർച്ച അല്ലെങ്കിൽ തകർച്ച അതിന് കാരണമായി തീരുന്നതായ ഒന്നാണ് എന്ത്? ആ യന്ത്രം. അങ്ങനെയുള്ള യന്ത്രം തന്നെ ഭൗതികമായ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആരോഗ്യവും അനാരോഗ്യവും അതിനെല്ലാം കാരണം എന്തായിരിക്കും? അതും ആ ഹാർട്ട് തന്നെയാണ്. കാരണം ഹാർട്ട് അവസാനം വരെ ചലിക്കുന്നതാണ്. അതിനും അതുപോലെ ശരീരത്തിലുള്ളതായ സർവ്വ അവയവങ്ങൾക്കും പല ഓർഡറുകളൊക്കെ നൽകുന്ന, സൂചനകളൊക്കെ നൽകുന്നതായ ഓർമ്മ ശക്തി എന്ന് നാം പറയുന്ന, അഥവാ ബ്രെയിൻ എന്ന് പറയുന്ന ആ സാധനം ഒരു പക്ഷേ മുമ്പേ മരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ജീവിച്ചാലും മരിച്ചാലും യഥാർത്ഥത്തിൽ അവസാന നിമിഷം വരെ മരിച്ചു കഴിഞ്ഞ, നമ്മുടെ മുമ്പിൽ മരിച്ചു കഴിഞ്ഞ ശേഷവും അല്പ നിമിഷങ്ങൾക്ക് വീണ്ടും ജീവൻ നിൽക്കുന്നതായ ഒരു അത്ഭുത ജീവിയാണ്, അല്ലെങ്കിൽ അത്ഭുത അവയവമാണ് റസൂൽ ഇവിടെ സൂചിപ്പിച്ചതായ അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയമാകുന്ന അള്ളാഹു നമുക്ക് നൽകിയതായ ആരോഗ്യം അവൻ്റെ വിശാലമായ അനുഗ്രഹമാണെന്ന് നാം പഠിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ മെയിൻ ഭാഗമാണ് ഹൃദയം. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ ക്ലാസ് മെമ്പർ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത് അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞത്? ഹാർട്ട് ഫെയിലായിട്ട് മരിച്ചു എന്നാണ്. നമ്മുടെ ക്ലാസ് മെമ്പറുടെ ജ്യേഷ്ഠനാണ്. അങ്ങനെ ധാരാളം നാം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? രോഗം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ വെക്കുന്ന പേരാണ് ഹാർട്ട് ഫെയിൽ. എല്ലാവരും മരിക്കുമ്പോൾ ഹാർട്ട് ഫെയിലായിട്ട് മരിക്കുക. ഹാർട്ട് പാസ്സായാൽ ജീവിക്കും, ഹാർട്ട് ഫെയിലായാൽ മരിക്കും, നമുക്കറിയാവുന്നതാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ മരണം, ഇത് രണ്ടിനെ കുറിച്ച് തീരുമാനിക്കുന്നത് എന്തിലൂടെയാണ്? നമ്മുടെ ഹാർട്ടിലൂടെയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അത് നന്നായാൽ ശരീരമാസകലം നന്നായി. അപ്പോൾ ഭൗതിക മുദ്ഗത്ത് അത് നന്നായാലും ഭൗതികമായ നമ്മുടെ ആരോഗ്യത്തിന് നിലനിൽപ്പും, അതിന് വേണ്ട ചോര എത്തേണ്ടടുത്ത് എത്തുന്നതും, അത് ചലിക്കേണ്ടത് ചലിക്കാൻ പ്രസ് ചെയ്യുന്നതും, അതിന് ഓരോ നിമിഷങ്ങൾ വന്നേടം മുതൽ മരണം വരേക്കും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുമായ അത്ഭുത യന്ത്രമാണ് എന്ത്? ഹാർട്ട് എന്ന് പറഞ്ഞാൽ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്, അലാ വഹിയൽ ഖൽബ്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, ഈ അത്ഭുത ശക്തിയാകുന്ന യന്ത്രത്തിലൂടെ, ആ മുദ്ഗത്തിലൂടെ അള്ളാഹു നമുക്ക് ആരോഗ്യം, പരലോകമോക്ഷത്തിന് വേണ്ടിയുള്ള ആദർശ സംരക്ഷണത്തിന് ആവശ്യമായ, അതിൽ നിക്ഷേപിക്കപ്പെടുന്നതായ ആദർശം എന്താണ്, അതിലൂടെ നമുക്ക് ഈമാൻ തളരാനും വളരാനും കാരണമായി തീരുന്നു എന്നത് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ഭൗതിക ശരീരത്തിനുള്ളതായ ആരോഗ്യത്തെയും അത് സംരക്ഷിക്കാൻ കാരണമായി തീരുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖിലൂടെ. അത് അള്ളാഹു സൃഷ്ടികൾക്ക് നൽകിയതായ മഹാ അനുഗ്രഹമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച് പരലോകത്തിൽ അള്ളാഹു ചോദിക്കാതെ വിടുകയും ഇല്ല.